നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. BJP വിട്ട് കോൺഗ്രസിലെത്തി കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായി മാറിയ സന്ദീപ് വാര്യർ പാലക്കാട് നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു. ഇപ്പോഴത്തെ പാലക്കാട് നിന്നുള്ള MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ ആറന്മുളയിൽ നിർത്തി നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2 സീറ്റും കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് കോൺഗ്രസിനുള്ളിലെ ബുദ്ധികേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് VD സതീശിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസിലെ തന്ത്രജ്ഞർ വ്യക്തമാക്കിയിരിക്കുന്നത്. സന്ദീപ് വാര്യരെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ വലിയ തോതിൽ BJP വോട്ട് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിയമസഭയിലെത്താൻ കഴിയുമെന്നും, അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്വന്തം നാടായ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചാൽ നിഷ്പ്രയാസം ജയിച്ച് നിയമസഭയിലെത്താമെന്നുമാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. കോൺഗ്രസ് ഇപ്പോൾ കണക്കുകൂട്ടിയിരിക്കുന്ന 63 സീറ്റ്, ആ 63 സീറ്റിൽ പെടുന്നതാണ് ഈ ആറന്മുള സീറ്റ്. ആറന്മുള സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തിയാൽ അദ്ദേഹത്തിന് നിരവധി പ്ലസ് പോയിന്റുകൾ ഉണ്ടെന്നും, അത് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണെന്നും, അതെല്ലാം ഉപരി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുലിന് യുവാക്കളുടെയും പ്രത്യേകിച്ച് യുവാക്കളായ കോൺഗ്രസുകാരുടെയും ഇടയിലുള്ള മതിപ്പും അദ്ദേഹത്തെ വിജയിക്കാൻ സഹായിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. എന്ത് വില കൊടുത്തും പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള സീറ്റ് കോൺഗ്രസിന് UDFന് ഇത്തവണ പിടിച്ചേ പറ്റൂ. അതിന് പറ്റിയ ഏക സ്ഥാനാർത്ഥി, ജയിക്കാൻ പറ്റിയ ഏക സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തലിൽ നിന്നും അവർക്ക് വ്യക്തമായത്. രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തെ പാലക്കാട് നിന്നും ആറന്മുളയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പാലക്കാട് ആരെ മത്സരിപ്പിക്കുന്ന ചോദ്യം ഉയർന്നു വന്നു. അപ്പോഴാണ് സന്ദീപ് വാര്യരാണ് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഏറ്റവും അനുയോജ്യനെന്ന് കോൺഗ്രസിലെ ബുദ്ധികേന്ദ്രങ്ങൾ കണ്ടെത്തി. ഇതോടെ അവിടെ സന്ദീപ് വാര്യരുടെ പേര് ഉയർന്നു വന്നു. കഴിഞ്ഞ ദിവസം BJPയിൽ ഉണ്ടായ പൊട്ടിത്തെറിയും പാലക്കാടുള്ള BJP കൗൺസിലർമാർ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നു എന്നുള്ള വലിയ പ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്നതും ഇതിന്റെ ഭാഗമായിട്ടായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സന്ദീപ് വാര്യരെ അവിടെ സ്ഥാപിച്ചെടുക്കുക, അവിടെ ഉറപ്പിച്ചു നിർത്തുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് BJPയിൽ ഇത്തരം പൊട്ടലും ചീറ്റലും കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. സന്ദീപ് വാര്യർക്ക് ചെറുതല്ലാത്ത സ്വാധീനം പാലക്കാട് BJPയിലുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് അവിടുത്തെ BJPയിലെ കൗൺസിലർമാർ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ അവരായിട്ട് നല്ലൊരു ആശയവിനിമയം നടത്താനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് സന്ദീപ് വാര്യരെ പാലക്കാട് സ്ഥാനാർത്ഥിയായി നിർത്തിക്കഴിഞ്ഞാൽ BJP വോട്ട് വലിയ തോതിൽ കോൺഗ്രസിനും സന്ദീപിനും ലഭിക്കുമെന്നും, അതുവഴി നിഷ്പ്രയാസം പാലക്കാട് സീറ്റ് ഒരിക്കൽ കൂടി പിടിച്ചെടുക്കാമെന്നും, അതേസമയം കഴിഞ്ഞ 2 തവണയായി കോൺഗ്രസിന് ബാലികേറാമലയായ ആറന്മുള സീറ്റ് CPMൽ നിന്നും പിടിച്ചെടുക്കാമെന്നും, അങ്ങനെ 2 സീറ്റുകളിലും കോൺഗ്രസിന് ജയിക്കാമെന്നുമാണ് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് വിശാരദന്മാരുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ 2 തവണയും വീണ ജോർജാണ് ആറന്മുളയിൽ നിന്നും ജയിച്ചത്. ഇത്തവണ വീണ ജോർജ് മത്സരിക്കുന്നില്ല എന്നുള്ള ശ്രുതിയൊക്കെ കേൾക്കുന്നുണ്ട്. എങ്കിലും ഒരുപക്ഷെ അവർ വീണ്ടും മത്സരിച്ചേക്കാമെന്നുള്ള സൂചനയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് കരുത്തനായ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി വേണം. അതിന് പറ്റിയയാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും, പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ആറന്മുളയിലേക്ക് കൊണ്ടുവരുന്നത് അതോടെ അനിവാര്യമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. അപ്പോൾ പാലക്കാട് സീറ്റ് പിടിക്കാൻ ഏറ്റവും മിടുക്കനായ, ഏറ്റവും പറ്റിയ ജനപിന്തുണയുള്ളയാൾ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളയാൾ പിന്നീട് BJP വിട്ട് കോൺഗ്രസിലെത്തിയ ഈ സന്ദീപ് വാര്യരാണെന്നും കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് സന്ദീപ് വാര്യർ പാലക്കാട്ട് മത്സരിക്കട്ടെ എന്നും, പാലക്കാട്ടെ ഇപ്പോഴത്തെ MLA യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആറന്മുളയിലേക്ക് പോകട്ടെ എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുകയാണ്.